ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നും 2 പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഈ ചാപ്റ്ററിൻ്റെ 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് PV റേഷ്യോ, BEP, net profit for the sale of rupees 3 lakh, required sales for the net profit of rupees 70,000. ഇവിടെ A ലിമിറ്റഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ സെയിൽസ് 2 lakh ആണ് തന്നിരിക്കുന്നത്. വേരിയബിൾ ഓവർ ഹെഡ് 1,50,000, ഗ്രോസ് പ്രോഫിറ്റ് 50,000, ഫിക്സഡ് കോസ്റ്റ് 15,000. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 35,000. ഈ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ BEP, പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഫോർ സെയിൽ ഓഫ് rupees 3 lakh. 3 lakh സെയിൽസ് വരുന്ന സമയത്ത് എത്രയായിരിക്കും നെറ്റ് പ്രോഫിറ്റ്. ദെൻ റിക്വയർഡ് സെയിൽസ് ഫോർ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് rupees 70,000. 70,000 പ്രോഫിറ്റ് കിട്ടുന്നതിന് എത്രയാണ് സെയിൽസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ എത്ര സെയിൽസ് നടത്തിയാലാണ് 70,000 പ്രോഫിറ്റ് കിട്ടുക. ഇത്രയാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം PV റേഷ്യോ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, C/S ഇൻറ്റു 100. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് അറിയണം. അതുപോലെ സെയിൽസ് അതിന് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് PV റേഷ്യോ കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ സെയിൽസ് 2 lakh ആണ്. അതിൽ നിന്ന് വേരിയബിൾ ഓവർ ഹെഡ് ലെസ് ചെയ്ത സമയത്ത് 50,000 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ 50,000. ഈ ഗ്രോസ് പ്രോഫിറ്റ് തന്നെയാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ് 2 lakh ഇൻറ്റു 100. ഇത് എത്രയാണെന്ന് നോക്കാം. %25 ആണ് PV റേഷ്യോ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി PV റേഷ്യോ 25%. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് BEP ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. BEP കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല PV റേഷ്യോ യൂസ് ചെയ്തിട്ട് എങ്ങനെ BEP കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഫോർമുലയാണ് ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ചെയ്താൽ നമുക്ക് BEP കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് PV റേഷ്യോ അറിയാം, ഫിക്സഡ് എക്സ്പെൻസും അറിയാം. ഫിക്സഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ടല്ലോ 15,000. അപ്പോൾ 15,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ 25%. അപ്പോൾ 25% എന്ന് പറയുമ്പോൾ 25/100 അല്ലേ, അങ്ങനെയല്ലേ വരിക. ഇനി നമുക്ക് സോർട്ട് ചെയ്യുന്ന സമയത്ത് 15,000 ഇൻറ്റു ഈ നേരെ തിരിച്ചെഴുതിയിട്ട് ഗുണിക്കുക, തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 15,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25. 15,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ 60,000. ഇതാണ് BEP വരുന്നത്. അപ്പോൾ 60,000 ആണ് എന്ത് വരുന്നത് BEP. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 60,000, PV റേഷ്യോ 25%. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ സെയിൽ ഓഫ് rupees 3 lakh. 3 lakh സെയിൽസ് ആണെങ്കിൽ എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്, അതാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ സെയിൽ ഓഫ് rupees 3 lakh. 3 lakh സെയിൽസ് ആണെങ്കിൽ എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്.
ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇവിടെ സെയിൽസ് പറഞ്ഞിരിക്കുന്നത് 3 lakh ആണ്. ഈ 3 lakhനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, 15,000 ആണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സെയിൽസിൻ്റെ PV റേഷ്യോ ചെയ്താൽ മതി. സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സെയിൽസിൻ്റെ PV റേഷ്യോ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സെയിൽസ് എത്രയാണ്? 3 lakh. 3 lakh ഇൻറ്റു PV റേഷ്യോ. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത PV റേഷ്യോ എത്രയാണ്? 25% ആണ്. അപ്പോൾ 25/100. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. $3 lakhൻ്റെ 25%. 75,000 ആണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ 75,000 കോൺട്രിബ്യൂഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ കോൺട്രിബ്യൂഷൻ അറിഞ്ഞല്ലോ. ഇനി ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ 75,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് 15,000. അപ്പോൾ 60,000 ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെയും ആൻസറായി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റിക്വയർഡ് സെയിൽസ് ഫോർ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹70,000. 70,000 നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് ആണ് വേണ്ടത്? അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. റിക്വയർഡ് സെയിൽസ് for the net profit of ₹70,000. 70,000 നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എത്ര സെയിൽസ് ഉണ്ടാക്കണം? ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ ഫോർമുല പറയുന്നത് നമുക്കിവിടെ കിട്ടേണ്ട പ്രോഫിറ്റ് എത്രയാണ്? 70,000 ആണ്. അപ്പോൾ റിക്വയർഡ് പ്രോഫിറ്റ് എത്രയാണ്? 70,000. അപ്പോൾ അതിന് PV റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. F+P ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഓക്കെ, ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിക്സഡ് എക്സ്പെൻസ് 15,000 ആണ്. പിന്നെ ഡിസൈർഡ് പ്രോഫിറ്റ് 70,000. ദെൻ PV റേഷ്യോ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 25%. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 15,000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് എത്രയാണ്? 70,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ 25%. 15,000 പ്ലസ് 70,000 ചെയ്യുന്ന സമയത്ത് 85,000 കിട്ടുന്നുണ്ട്. ഇനി ഇതിന് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 85,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25. $340,000. ഇതാണ് സെയിൽസ് റിക്വയർഡ്. അതായത് 340,000 സെയിൽസ് നടന്നാലാണ് 70,000 പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 4 ആൻസറുമായി PV റേഷ്യോ 25%, BEP 60,000, പ്രോഫിറ്റ് സെയിൽസ് 3 lakh സെയിൽസിൽ പ്രോഫിറ്റ് 60,000,
പിന്നെ 70,000 പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3,40,000 സെയിൽസ് നടത്തണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ ഫർണിഷ്ഡ് ടു യു. സെയിൽസ് 25,000 യൂണിറ്റ്സ് അറ്റ് ₹10 per unit. വേരിയബിൾ കോസ്റ്റ് ₹4 per unit. ഫിക്സഡ് കോസ്റ്റ് ₹25,000. It has been proposed to reduce the sale price of product by 20%. Calculate the present and future PV ratio and the sales volume required to earn the present total profit. ഇവിടെ പി വി റേഷ്യോ, പ്രസൻറ്റ് പി വി റേഷ്യോയും ഫ്യൂച്ചർ പി വി റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസൻറ്റ് പി വി റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽസ് ₹10 per unit ആണെങ്കിൽ എങ്ങനെയാണ് പി വി റേഷ്യോ, അതുപോലെ 20% റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പി വി റേഷ്യോ, പിന്നെ ₹10 ആണെങ്കിൽ എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അതേ പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര സെയിൽസ് നടത്തേണ്ടി വരും. 20% ₹10, അതായത് സെയിൽ പ്രൈസ് പറയുന്നത് ₹10 ആണല്ലോ. ആ ₹10 നിന്ന് 20% കുറച്ചാൽ സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസം വരും, കുറയും. അപ്പോൾ അങ്ങനെ ആ ഒരു സെല്ലിംഗ് പ്രൈസ് വരുന്ന സമയത്ത് എത്ര സെയിൽസ് വോള്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ₹10 വിറ്റിരുന്ന സമയത്തുള്ള ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുക. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യം പ്രസൻറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് ഇവിടെ 25,000 യൂണിറ്റ്സ് ആണ് സെയിൽസ് നടത്തുന്നത് ₹10. അപ്പോൾ 2,50,000 ആണ് സെയിൽസ് വാല്യൂ കിട്ടുന്നത്. 2,50,000 സെയിൽസ് വാല്യൂ. ഇതിൽ നിന്ന് ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് തന്നിരിക്കുന്നത് 4 per unit. വേരിയബിൾ കോസ്റ്റ് 4 per unit. അത് 25,000 യൂണിറ്റിന് ₹4 വെച്ചിട്ട്. അപ്പോൾ അത് വരുന്നത് 1 lakh. ഓക്കെ, പിന്നെ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസറാണ് കോൺട്രിബ്യൂഷൻ. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1,50,000. ഇനി ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ 25,000 ലെസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് 25,000 ഇവിടെ ലെസ് ചെയ്യാം. ഇപ്പോൾ 1,25,000 ആണ് പ്രസൻറ്റ് പ്രോഫിറ്റ്. $1,25,000 ആണ് പ്രസൻറ്റ് പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? കാൽക്കുലേറ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ പി വി റേഷ്യോ. ഇപ്പോൾ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രസൻറ്റ് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രസൻറ്റ് പി വി റേഷ്യോ = കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ കോൺട്രിബ്യൂഷൻ 1,50,000. 1,50,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്? 2,50,000 ഇൻറ്റു 100. അപ്പോൾ 60% ആണ് പി വി റേഷ്യോ കിട്ടുന്നത്. പ്രസൻറ്റ് പി വി റേഷ്യോ എന്ന് പറയുന്നത് 60%. ഇനി അടുത്തത് കാണേണ്ടത് ഫ്യൂച്ചർ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്യൂച്ചർ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ 20% സെല്ലിംഗ് പ്രൈസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? 20% റെഡ്യൂസ് ചെയ്യണം. അതായത് ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 ആണ്. അതിൽ നിന്ന് 20% സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രപ്പോസ്ഡ് സെല്ലിംഗ് പ്രൈസ് = നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രൈസ് 10 ആണ്. 10ൽ നിന്ന് 20% ഓഫ് സെല്ലിംഗ് പ്രൈസ് ലെസ് ചെയ്യുക. അതായത് 10 × 20%. 10 × 20%
2 ആണ് വരുന്നത്. അപ്പോൾ 10 - 2 എന്ന് പറയുമ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8 റുപ്പീസ് ആയിരിക്കും. ഈ 8 റുപ്പീസ് വെച്ച് വിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ PV റേഷ്യോ? ഇവിടെ കോൺട്രിബ്യൂഷനിലെല്ലാം വ്യത്യാസം വരും. ഇവിടെ സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസം വന്നില്ലേ, അപ്പോൾ കോൺട്രിബ്യൂഷൻ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ന്യൂ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂ കോൺട്രിബ്യൂഷൻ is equal to സെല്ലിംഗ് പ്രൈസ് ഇവിടെ 8 മൈനസ് വേരിയബിൾ കോസ്റ്റ് നേരത്തെ തന്നതിന് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 4 per യൂണിറ്റ്. അപ്പോൾ 8 - 4 is equal to പുതിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഈ 4. ഇനി കോൺട്രിബ്യൂഷൻ റുപ്പീസ് അപ്പോൾ എത്രയായിരിക്കും? 25,000 യൂണിറ്റ്സ് ഇൻറ്റു 4, അതായത് 1 lakh. ഇതാണ് പുതിയ കോൺട്രിബ്യൂഷൻ എമൗണ്ട്. ഓക്കെ, 25,000 യൂണിറ്റ്സിന് പുതിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 lakh ആണ് പുതിയ കോൺട്രിബ്യൂഷൻ. നമുക്ക് ഫ്യൂച്ചർ PV റേഷ്യോ, പുതിയ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്യൂച്ചർ PV റേഷ്യോ 20% സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ പുതിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ്. അതുപോലെ സെയിൽസ് വാല്യൂവിലും വ്യത്യാസം വരുന്നുണ്ട്. സെയിൽസ് 25,000 യൂണിറ്റ്സ് ആണ് വിൽക്കുന്നത്. അപ്പോൾ ആ സെയിൽസ് വാല്യൂ 25,000 യൂണിറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ 10 റുപ്പീസ് ആയിരുന്നു. നേരത്തെ ഇവിടെ 10 റുപ്പീസ് ആണ്. പക്ഷേ ഇവിടെ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 റുപ്പീസ് ആണ്. അപ്പോൾ 8, അപ്പോൾ 25,000 ഇൻറ്റു 8 2 lakh. 2 lakh ആണ് പുതിയ സെയിൽസ് വാല്യൂ ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 1 lakh ഡിവൈഡഡ് ബൈ 2 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 50% ആണ് പുതിയ PV റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ ദ പ്രസൻറ്റ് ടോട്ടൽ പ്രോഫിറ്റ്. നമ്മുടെ പ്രസൻറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1,25,000. ഈ 1,25,000 കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് സെയിൽസ് നടത്തണം എന്നാണ് പറയുന്നത്. അതായത് എത്ര യൂണിറ്റ്സ് സെയിൽസ് നടത്തണം പുതിയ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട്? നേരത്തെ 10 റുപ്പീസിനാണല്ലോ സെയിൽസ് നടത്തിയത്. അപ്പോൾ നമുക്ക് 2,50,000 ആണ് കിട്ടിയത്. ഇനി പുതിയ സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 8 റുപ്പീസ് വെച്ച് സെയിൽസ് നടത്തുന്ന സമയത്ത് എത്ര യൂണിറ്റ് സെയിൽസ് നടത്തിയാലാണ് ഈ 1,25,000 പ്രോഫിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് B. ഇനി അടുത്തത് സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ പ്രസൻറ്റ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 1,25,000. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് F+P ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്യാം. ഇവിടെ യൂണിറ്റ്സ് ആണല്ലോ, സെയിൽസ് വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് യൂണിറ്റ് എത്രയാണ്? അപ്പോൾ ഇവിടെ F+P ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. F എത്ര തന്നെയാണ്? 25,000 പ്ലസ് P നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 1,25,000. പ്രസൻറ്റ് പ്രോഫിറ്റ് 1,25,000 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഡിവൈഡഡ് ബൈ CPU പുതിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 4. അപ്പോൾ 1,25,000 പ്ലസ് 25,000 എന്ന് പറയുമ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ 37,500 യൂണിറ്റ്സ് വിറ്റാലാണ് നമുക്ക് 1,25,000 പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ സെയിൽസ് വാല്യൂ വേണമെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തിടാം. ഇവിടെ സെയിൽസ് വോളിയാണിത്. ഇനി സെയിൽസ് വാല്യൂ പറയുമ്പോൾ ഈ 37,500 യൂണിറ്റ് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? പുതിയ സെല്ലിംഗ് പ്രൈസ് 8 റുപ്പീസിന് ഇൻറ്റു 8 ചെയ്യുമ്പോൾ 3 lakhൻ്റെ സെയിൽസ് വാല്യൂ 3 lakh റുപ്പീസിന് സെയിൽസ് നടത്തണം. എന്നാലാണ്
ഈ 1,25,000 പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തു. പ്രസൻറ്റ് പ്രോഫിറ്റ് 1,25,000, പ്രസൻറ്റ് PV റേഷ്യോ 60%, സെല്ലിംഗ് പ്രൈസ്, പ്രപ്പോസ്ഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അതായത് നേരത്തെ 10 rupees അതിൽ നിന്ന് 20% റെഡ്യൂസ് ചെയ്യുക. അപ്പം ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8 rupees ആണ്. ഈ സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ ന്യൂ കോൺട്രിബ്യൂഷനിൽ വ്യത്യാസം വരും. പുതിയ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ലെസ് ചെയ്യുമ്പോൾ 4 per unit ആണ് ന്യൂ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിൻ്റെ എമൗണ്ട് ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 25,000 units ഇൻറ്റു 4 കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ 1 lakh ആണ് ന്യൂ കോൺട്രിബ്യൂഷൻ എമൗണ്ട്. ഇനി ഫ്യൂച്ചർ PV റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇതിൽ ന്യൂ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1 lakh ഡിവൈഡഡ് ബൈ സെയിൽസ്. പുതിയ സെയിൽസ് ആണ് എടുക്കേണ്ടത്. 25,000 ആണ് യൂണിറ്റ്. 25,000-ന് പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 8 rupees. അങ്ങനെ 2 lakh. അത് ചെയ്യുമ്പോൾ 50% ആണ് ന്യൂ PV റേഷ്യോ. ഫ്യൂച്ചർ PV റേഷ്യോ എന്ന് പറയുന്നത് 50%. ഇനി സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ പ്രസൻറ്റ് പ്രോഫിറ്റ്, അതായത് നേരത്തെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 1,25,000 ആണ്. ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര സെയിൽസ് നമ്മൾ ഉണ്ടാക്കണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. അതായത് 8 രൂപയ്ക്ക് വിറ്റിട്ട് എത്ര സെയിൽസ് നടത്തണം. അപ്പോൾ F+P ഡിവൈഡഡ് ബൈ CPU, F 25,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് 1,25,000. ഇതിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4 ആണ് പുതിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇപ്പോൾ 37,500 യൂണിറ്റ് സെയിൽസ് നടത്തിയാലാണ് ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഈ 37,500 യൂണിറ്റ് പുതിയ സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 8 rupees-ന് 3 lakh rupees-ന് സെയിൽസ് നടത്തണം. എന്നാലാണ് ഈ 1,25,000 പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, താങ്ക് യു.